ഇന്നത്തെ നമ്മുടെ റെസിപ്പി അങ്കമാലിക്കാരുടെ മാങ്ങാക്കറിയാണ് കേട്ടോ. അതിൽ നമ്മൾ ചേർക്കുന്നത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് കല്ലുപ്പിട്ട് വെളിച്ചെണ്ണയും ചൊറുക്കയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ തിരുമണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഇതൊരു ഞാൻ ഒരു മാങ്ങയ്ക്കാണ് ഉണ്ടാക്കുന്നത്, ഒരു മാങ്ങ. അപ്പോൾ ഒരു മാങ്ങയ്ക്ക് ഒരു തേങ്ങയും ആ കണക്കിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് മാങ്ങ, ഇതൊരു മാങ്ങയാണ്. ഈ മാങ്ങയിൽ ഞാൻ കുറച്ചിരി മഞ്ഞളും ചൊറുക്കയും കൂടി ഇട്ട് കുറച്ച് മുമ്പ് തിരുമ്മി വെച്ചു. 20 മിനിറ്റ് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ വേവിക്കുമ്പോൾ കലങ്ങി പോകാതിരിക്കാനും, പിന്നെ അതിന് ആ മാങ്ങ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഉപ്പും മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതിന്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം സവാള കുറച്ച്, ഉള്ളി കൂടുതൽ. ഇനി നിങ്ങൾക്ക് ഉള്ളി നന്നാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സവാള മാത്രം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു ഇത്തിരി വലിയൊരു സവാള. അപ്പോൾ സവാള ഇടാം. ഞാനിവിടെ സവാളയും ഉള്ളിയും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളി ഇച്ചിരി കൂടുതൽ എടുത്താണ്. ഇഞ്ചി ഒരു ഒരു ഇത്രയുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. വലിയ പച്ചമുളകായിരുന്നു, അതാണ് 2 പച്ചമുളക്. അത് പച്ചയും ചുവപ്പും കൂടി ഇടണമെങ്കിൽ അപ്പോൾ ആ മാങ്ങക്കറിക്ക് നല്ലൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ എടുക്കണം. ഇതിൽ വേപ്പില, കല്ലുപ്പാണ് കേട്ടോ. കുറച്ച് ചൊറുക്ക ഓൾറെഡി ഞാൻ മാങ്ങയിൽ ഇത്തിരി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു വലിയ ടീസ്പൂൺ എടുത്തോ ചൊറുക്ക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇത്രയും കുറച്ച് വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു എന്നൊന്നും കുഴപ്പമില്ല. എന്നാലും ഒരു വലിയ ടേബിൾ സ്പൂൺ. ഇത് നല്ലപോലെ ഫസ്റ്റ് തിരുമ്പും. ഈ സവാളയും ഉള്ളിയും നമ്മളിതിന് ഞെരടുമ്പോൾ അതൊന്ന് സോഫ്റ്റാവും. തിരുമ്പുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ. കല്ലുപ്പ് ഇടുന്നതുകൊണ്ടേ നമുക്ക് തിരുമ്പുമ്പോൾ നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ ഇങ്ങനെ സോഫ്റ്റായി കിട്ടാൻ എളുപ്പം. പൊടിയുപ്പിനേക്കാളും കല്ലുപ്പ് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കണ്ട നല്ല സോഫ്റ്റായി, കണ്ട സവാളയൊക്കെ നല്ല സോഫ്റ്റായി. ഇനി നമുക്കിതിലേക്ക് പൊടികളിടാം. നമ്മുടെ മാങ്ങാക്കറിക്ക് കൂടുതൽ മഞ്ഞ കളറാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടോ കേട്ടോ. ഒരു ചെറിയ ടീസ്പൂണ് മുഴുവൻ. കറിയിൽ മുളക് പൊടി നമ്മൾ കുറച്ച് ചേർത്താൽ മതി. 1 ടീസ്പൂൺ തന്നെ ചേർക്കണം കേട്ടോ. 1 ടീസ്പൂൺ. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കണം കേട്ടോ. 1, 2, 3, 3, 3.5 ചെറിയ സ്പൂൺ, 3 മുതൽ ഇതുപോലത്തെ ചെറിയ സ്പൂണിൽ ഒരു 3.5 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ടില്ലേ, ഇതൊക്കെ കൂടി കൂട്ടി നമുക്കൊന്നും കൂടി തിരുമാം. ഇതിലേക്ക് നമ്മൾ തിരുമിച്ചാണ് മാങ്ങ ഇടണം കേട്ടോ. ഈ നമ്മൾ മുറുക്കി തിരുമ്പൊന്നും വേണ്ട. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പയ്യെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചാൽ മതി. നമുക്ക് പാലൊഴിക്കാം. പച്ചമുളക് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ആദ്യം ചേർക്കാൻ ചെയ്യും. പച്ചമുളക് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് ഓർത്തിട്ടാ, ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡമ്പാലെടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് 3-ാം പാലാണിത്. 3-ാം പാൽ കുറച്ച് ഒഴിക്കണുള്ളൂ. കാരണം ഇത്തിരി നല്ല കട്ടി മാങ്ങാക്കറി നമ്മൾ ഉണ്ടാക്കണം. അധികം വെള്ളം പോലെ ആക്കരുത്. എന്നിട്ട് ഈ സമയത്ത് നമ്മളിതിൻ്റെ ഈ ചാറ് തൊട്ട് നാക്കത്ത് വെച്ച് നോക്കണം, പുളി ഉപ്പൊക്കെ ഉണ്ടാവും. എന്നിട്ട് പോരാങ്കിൽ നമുക്ക് ഇച്ചിരി ഇപ്പം ഈ സമയത്ത് തന്നെ ചേർക്കാം. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാങ്ങാക്കറി ഇങ്ങനെ ത്രൂ ഔട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരേ സൈഡിലോട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ
പാല് പിരിഞ്ഞു പോകരുത്, പിന്നെ അടിയിലും പിടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആ മാങ്ങേനെ വേവിച്ചെടുക്കണം. തള വന്നു തുടങ്ങി, അപ്പോൾ തുടങ്ങി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പിരിഞ്ഞു ചെറിയ തീയിലിട്ടിട്ട് വേണം ഇങ്ങനെ തിളപ്പിച്ചാൽ, വെട്ടി തിളപ്പിക്കാൻ വലിയ തീയിൽ ഇടരുത്. ഇവിടെ ഈ മാങ്ങയും ഈ പച്ചമുളകും ഒക്കെ വാടി കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ വേവ് അറിയണത്. നമ്മളുടെ പച്ചമുളകിനൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ പച്ചയായിട്ട് കിടക്കണം. ഇത് ഇളക്കി കൊടുത്തോട്ട് ഇരിക്കാം. ഇനി അധികം ടൈമൊന്നും വേണ്ടത് വേവാനായിട്ട്. ഇപ്പം നമ്മുടെ മാങ്ങാക്കറിയുടെ അതേ മേളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ എണ്ണയും കളറ്. അപ്പോൾ ഇത് നമ്മുടെ കറി പാകമായിട്ടുണ്ടെന്നാണ്. എൻ്റെ പച്ച കളറ് മാറി ഒരു ഇങ്ങോട്ട് വന്നു ഉണ്ടോ. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. നമുക്ക് തലപ്പാൽ ഒഴിക്കാം. ഈ മാങ്ങാക്കറി നമുക്ക് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ചൂടാറി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വന്നത്. ചൂടോടുകൂടി കഴിക്കാനില്ല. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം ഒന്നും കേടാവുന്നില്ല. 2 ദിവസമൊക്കെ ഇതിന് ഒരു കുഴപ്പമില്ലാതിരിക്കും. പിന്നെ നമ്മൾ ഉരുളിയിലൊക്കെയാണ് വെക്കണമെങ്കിൽ ആ ഉരുളിയിൽ നിന്ന് പകർത്തി വെക്കണം. അല്ലെങ്കിൽ ആ ഉരുളിയിൽ ഇത് കൊണ്ട് ആ മാങ്ങാക്കറിയുടെ ഇതിലോട്ട്, ഇത് പുളിയുള്ള കറിയാണല്ലോ. അപ്പം നമുക്ക് ഇവിടെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ വെക്കുന്നത്. തലപ്പാൽ ഒഴിച്ചാൽ പിന്നെ അധികം നേരം ഇട്ട് തിളപ്പിക്കരുത്. വലിയ തിളവൊന്നും. സമയത്ത് നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ പുളിയുള്ള മാങ്ങയായിരിക്കണം എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു മാങ്ങ എടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു 200 ഗ്രാം മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി വലിയ മാങ്ങയായിരുന്നു. അതിന് ആ തേങ്ങയും ഇപ്പം ഞാൻ ഈ പറയുന്ന അളവുകളൊക്കെ കറക്റ്റാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റ് എൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് ഇച്ചിരി ചൊറുക്കം ഇച്ചിരി മുന്നിട്ട് വെക്കണം. അപ്പോൾ ചോറിലൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു ഇച്ചിരി ചൊറുക്കയും കൂടെ ഒഴിക്കണം. ഇത്രയും ഒരു നുള്ള പഞ്ചസാര ഇടണം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ എല്ലാം ബാലൻസ് ആയി പോകും. ഇത് നമുക്ക് താളിച്ചിടാം. എന്നിട്ട് തിളപ്പിക്കുമ്പോഴാണ് അത്ര ഓഫ് ചെയ്യാം. 2 വറ്റൽമുളക് കീറിയിടാം കേട്ടോ. സമയത്തേ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഒരിത്തിരി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടോ ചേർക്കുന്നത്. മുളക് പൊടി ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കരിഞ്ഞ് പോരുത്, ഓഫ് ചെയ്യും. ഇതൊക്കെ ഇപ്പം തന്നെ മൂടി വയ്ക്കാം. മുളക് പൊടി ഇടണ്ടേ നമ്മുടെ ഈ മാങ്ങാക്കറിക്ക് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഉള്ളി താളിക്കും ഇടുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സർലാസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ സാധനമാണ്. മാങ്ങാക്കറിയും ഇറച്ചിക്കറിയും ഈ തേങ്ങാപ്പാൽ കൊണ്ടുള്ള സർലാസ്. പിന്നെ ഇത് ഞാനൊരു ചെറിയ സവാള ഉണ്ടായിരുന്നെങ്കിൽ കല്ലുപ്പിട്ടിട്ട് ഇതിനെ നല്ലപോലെ തിരുമ്മി ഈ സവാളേനെ ഒന്ന് സോഫ്റ്റാക്കണം. ആയിട്ടുണ്ട്. ഇതിനിങ്ങനെ പിഴിയണം. സവാളയുടെ വെള്ളം ഒരു കുഞ്ഞു കഷ്ണം കേട്ടോ, ഇഞ്ചിയുണ്ട്. പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട്, വേപ്പില അതുപോലെ അരിഞ്ഞിട്ട് കുറച്ച് മതി. ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാനിവിടെ ചേർക്കണത്. തിക്ക് പാൽ പറഞ്ഞു, അരമുറി തേങ്ങയുടെ കട്ടിപ്പാൽ, ഫസ്റ്റ് പാല് മാത്രമാണിത്. കുറച്ചേ വിളമ്പുള്ളൂ, ഇതൊക്കെ ഒരുപാട് വേണ്ട. അതിൽ തിക്ക് പാല് മാത്രം ഇടുന്നത്.
ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത് ഭയങ്കര ടേസ്റ്റായിട്ടത്. മാങ്ങാക്കറിയും ബീഫ് വറുത്തരച്ച കറിയും ഇതും കൂടി കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇച്ചിരി ചൊറുക്കയും ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കല്ലുപ്പിട്ട് തിരുമ്മിട്ട് ആ വെള്ളം നമ്മൾ കളഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വീണ്ടും ഞാൻ പൊടി ഉപ്പ് ഇച്ചിരി ചേർത്തേട്ടോ. ഉപ്പ് നോക്കിയിട്ടേ ചേർക്കാവൂ. അതിൻ്റെ മാങ്ങാക്കറിയുടെ മുകളിൽ നമ്മുടെ ഈ സെള്ളാസിനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ 2 ചാറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനേ കൊടുക്കാത്ത ടേസ്റ്റ്. ഇതിൻ്റെ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് ഉണക്കമീൻ പൊടി.